എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് മഴതോരും മുംബൈയിൽ ഒരു ലേറ്റസ്റ്റ് പ്രൊമോ കേൾക്കാം. അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന ബാലേന്ദ്രൻ രോഹിത് വന്നോന്ന് അലീനയോട് ചോദിക്കുന്നു. വന്നിട്ടുണ്ട്, നല്ലോണം മദ്യപിച്ചിട്ടാണ് വന്നതെന്ന് പറയും. അവൻ ഇന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുന്നെന്ന് പറഞ്ഞിട്ട് വൈജയെ കാണാൻ ചെന്നിട്ടില്ല, അവൻ കോളേജിൽ ചെന്നിട്ടില്ല, അവൻ എവിടെ പോയെന്ന് അറിയണോ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. ഒരു ബാങ്ക് മാനേജറുടെ മകനാണ്. അങ്ങനെ വിളിക്കാൻ പറയും. അവൻ ഇടയ്ക്ക് കോളേജിൽ വരത്തോളം ആംഗിൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ലെന്നൊക്കെ പറയുന്നു. ഇതറിയുന്ന ബാലേന്ദ്രൻ നേരെ രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. രോഹിത്തിൻ്റെ രൂപവും സംസാരവും കേൾക്കുന്ന ബാലേന്ദ്രന് ദേഷ്യം വരുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയെന്ന് കള്ളം പറയുന്ന രോഹിത്തിനെ ബാലേന്ദ്രൻ അടിക്കാനായിട്ട് കൈവക്കുകയാണ്. അലീന വന്ന് ബാലേന്ദ്രനെ തടയുന്നു. അച്ഛാ, ഒന്നും ചെയ്യണ്ട, അവൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അങ്ങനെ നിൻ്റെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആ ഹരിയായിട്ടുള്ള ഫോട്ടോ സെറ്റ് അവസാനിപ്പിക്കണോ, നീ കേൾക്കത്തില്ല, ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നീ അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയാണ് ബാലേന്ദ്രൻ താഴോട്ടിറങ്ങി പോകുന്നത്. അതിനുശേഷം അലീന വന്നിട്ട് പറയും, അച്ഛാ, അവൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ കുറച്ച് നോർമലാവട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം, എന്തായാലും അച്ഛൻ വിഷമിക്കാതിരിക്കാൻ പറയും. അങ്ങനെ അലീന ചെന്നിട്ട് രോഹിത്തിനോട് സംസാരിക്കുന്നുണ്ട്. രോഹിത്തെ, നീ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്ര ശരിയല്ല, തിരിച്ച് വന്നു കയറിയതും ഏതോ ഒരു വലിയ ആപത്ത് ചെന്ന് ചാടിയതിന് ശേഷമോ, എന്തെങ്കിലും നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ തുറന്ന് പറയണം, നിന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നൊക്കെ പറയും. എന്നെ സഹായിക്കാൻ രക്ഷിക്കാനൊക്കെ നീ ആരാ, നീ എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടരുത് എന്ന് പറഞ്ഞ് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ മുമ്പേ നിന്നോട് പറഞ്ഞതാണ്, ആ ഹരിയായിട്ടുള്ള കൂട്ടുസെറ്റ് നിന്നെ വലിയ അപകടത്തിൽ കൊണ്ട് ചാടിക്കുമെന്ന്, നീ ഇനിയെങ്കിലും സത്യം പറയണമെന്ന് പറയും. പക്ഷേ രോഹിത് ഒന്നും പറയത്തില്ല. രോഹിത്തിനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. രോഹിത്തിൻ്റെ മനസ്സ് മുഴുവൻ ശരണ്യയാണ്. ശരണ്യയോട് ഹരിയും കൂട്ടുകാരും ചെയ്ത ക്രൂരതകൾ തന്നെയാണ് രോഹിത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ബോധമില്ലാതാണ് ശരണ്യ കിടക്കുന്നത്. കാരണം ഇവർ എല്ലാവരും മാറി മാറി കുട്ടി മിസ്യൂസ് ചെയ്യുകയാണ്. ഒടുവിൽ ബോധം നശിച്ചു കിടന്ന അവൾ വളരെ സീരിയസ് ആയിട്ടാണ് അവൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അതിനുശേഷം കളപ്പാട്ടൂർ വീട്ടിലോട്ട് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. പോലീസ് ജീപ്പ് വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നു. അലീനയാണ് ചെന്ന് വാതിൽ തുറക്കുന്നത്. പോലീസ് വണ്ടി ശബ്ദം കേൾക്കുന്നത് രോഹിത് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഇതൊക്കെ ബാലേന്ദ്രൻ വന്ന് നോക്കും. എന്താ സാർ, നിങ്ങളുടെ മകനില്ലേ എന്ന് ചോദിക്കും. ഉണ്ട്. എന്താ സാർ കാര്യം? നിങ്ങളുടെ മകനും അവൻ്റെ കൂട്ടുകാരും കൂടി ചേർന്ന് ഒരു പെണ്ണിനെ മരണക്കിടക്കയിലായിട്ട് അവൾ സീരിയസ് ആയിട്ട് കിടക്കുമെന്ന് പറയും. എന്താ സാർ പറയുന്നത്? അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ചേർന്ന് ഒരു പെൺകുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്ത് അവൾ മരണത്തോട് മല്ലിട്ട് കിടക്കുമെന്ന് പറയും. ഇത് കേൾക്കുന്ന പോലീസുകാർ പറയുന്നതെല്ലാം കേൾക്കുന്ന ബാലചന്ദ്രൻ അവിടെ തളർന്നിരിക്കുകയാണ്. അതിനുശേഷം പോലീസിനെ കണ്ട് ഭയന്നോടിയ രോഹിത്തിനെ പോലീസ് പിന്തുടർന്ന് പിടിച്ച് ജീപ്പിലിട്ട് കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം ബാലചന്ദ്രൻ നിന്ന് കാണുകയാണ്. പോലീസ് സ്റ്റേഷനിലെത്തിയ രോഹിത്തിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെ നടന്ന സത്യങ്ങളെല്ലാം രോഹിത് പോലീസുകാരോട് തുറന്നു പറയുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അതിനുശേഷം രോഹിത്തിനെ കാണാൻ സ്റ്റേഷനിലോട്ട് വരുന്ന അലീനയോട് രോഹിത് സത്യങ്ങളെല്ലാം പറയുമ്പോൾ സത്യം മനസ്സിലാക്കുന്ന അലീന സ്വന്തം അനുജനെ രക്ഷിക്കാനായിട്ട് മുൻപന്തിയിൽ വരുമോ എന്നൊക്കെയുള്ള വിശേഷങ്ങളാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. അപ്പോൾ പ്രൊമോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.